ടീച്ചേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ RBIയുടെ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം RBI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. അപ്പം RBI റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി SBI, ഓപ്ഷൻ സി നബാർഡ് ആൻഡ് ഓപ്ഷൻ ഡി കൊമേഴ്ഷ്യൽ ബാങ്ക്. ഏതാണ് ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത്? RBI ആണ് ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം, അതായത് RBIയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ്. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി കൊൽക്കത്ത ആൻഡ് ഓപ്ഷൻ ഡി ചെന്നൈ. ഓപ്ഷൻ എ മുംബൈയിലാണ് ഭാരതീയ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ RBIയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ RBI രൂപം കൊണ്ട സമയത്ത് 1935 RBIയുടെ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. പിന്നീടാണ് മുംബൈയിലേക്ക് RBIയുടെ ആസ്ഥാനം മാറ്റിയത് 1937. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട് പാസ്സാക്കിയത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1934, ഓപ്ഷൻ ബി 1935, ഓപ്ഷൻ സി 1936 ആൻഡ് ഓപ്ഷൻ ഡി 1937. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, RBI നിലവിൽ വന്ന വർഷം ഏതാണ്? ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ. 1934, 1935, ഓപ്ഷൻ സി 1936, ഓപ്ഷൻ ഡി 1937. 1934 RBI ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, RBI ചീഫ് എക്സിക്യൂട്ടീവ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ചെയർമാൻ, ഓപ്ഷൻ ബി ഡയറക്ടർ ജനറൽ, ഓപ്ഷൻ സി ഗവർണർ ആൻഡ് ഓപ്ഷൻ ഡി മാനേജിംഗ് ഡയറക്ടർ. RBI ചീഫ് എക്സിക്യൂട്ടീവ് അറിയപ്പെടുന്നത് ഗവർണർ എന്ന പേരിൽ ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ ആദ്യത്തെ ഗവർണർ ആരാണ്? ഓപ്ഷൻ എ CD ദേശ്മുഖ്, ഓപ്ഷൻ ബി സർ ഓസ്ബോൺ സ്മിത്ത്, ഓപ്ഷൻ സി BR അംബേദ്കർ ആൻഡ് ഓപ്ഷൻ ഡി രഘുറാം രാജൻ. RBIയുടെ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ CD ദേശ്മുഖ്, ഓപ്ഷൻ ബി ബെനഗൽ രാമറാവു ആൻഡ് ഓപ്ഷൻ സി YV റെഡ്ഡി, ഓപ്ഷൻ ഡി രഘുറാം രാജൻ. ബെനഗൽ രാമറാവു ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി. 1935 RBI സ്ഥാപിതമായി. 1949 RBI ദേശസാൽക്കരിച്ചു. RBIയുടെ ആദ്യ ഗവർണർ രഘുറാം രാജനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ 2 പോയിന്റ് ഉണ്ട്, പറയാത്തത് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ പറഞ്ഞ പോയിന്റിൽ നിന്ന് തന്നെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. 1935 RBI സ്ഥാപിതമായി. കറക്റ്റ് ആൻസർ അല്ലേ? 1934 RBI ആക്ട് പ്രകാരം 1935 RBI സ്ഥാപിതമായത്. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റാണ്. അപ്പോൾ 1 കറക്റ്റ് ആണെങ്കിൽ ഇതെന്തായാലും തെറ്റായിരിക്കും. അപ്പോൾ സി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. RBIയുടെ ആദ്യ ഗവർണർ രഘുറാം രാജനാണ്. ആരായിരുന്നു RBIയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറഞ്ഞാൽ? സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. അപ്പം ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ തേർഡ് തെറ്റാണെങ്കിൽ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഇനി നമുക്ക് ബാലൻസ് ചെയ്തുള്ളേ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. 1949 RBI ദേശസാൽക്കരിച്ചു എന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പം ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്?
RBI, ഓപ്ഷൻ ബി സെബി ആൻഡ് ഓപ്ഷൻ സി SBI, ഓപ്ഷൻ ഡി നബാർഡ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. വായ്പകളുടെ നിയന്ത്രകൻ, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ പറയുന്നത് RBIനെ പറയുന്ന മറ്റു പേരുകളാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഓപ്ഷൻ എ ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ ബി ഹിൽട്ടൺ യങ് കമ്മീഷൻ, ഓപ്ഷൻ സി സർജൻ കമ്മീഷൻ ആൻഡ് ഓപ്ഷൻ ഡി മണ്ഡൽ കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1935 രൂപം കൊണ്ടതാണ് RBI എന്ന് പറയുന്നത്. അപ്പം കറക്റ്റ് ആൻസർ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷനാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏതു വർഷമാണ് RBIയുടെ ആസ്ഥാനം മുംബൈയിലേക്ക് സ്ഥിരമായി മാറ്റിയത്? നമ്മൾ പറഞ്ഞു RBIയുടെ ആസ്ഥാനം RBI രൂപം കൊണ്ട സമയത്ത് കൊൽക്കത്തയിലായിരുന്നു. അതിനുശേഷം മുംബൈയിലേക്ക് സ്ഥിരമായി മാറ്റി. അപ്പം ഓപ്ഷൻസ് നോക്കാം. 1935, 1937, 1947, 1949. 1937 കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് RBIയുടെ ആസ്ഥാനം സ്ഥിരമായിട്ട് മാറ്റിയത്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിട്ടിരിക്കുന്ന മൃഗം ഏതാണ്? നമുക്കറിയാം RBIയുടെ ചിഹ്നം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അതിൽ മുദ്രണം ചെയ്യപ്പെടുന്ന മൃഗം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സിംഹം, ഓപ്ഷൻ ബി കടുവ, ഓപ്ഷൻ സി ആന ആൻഡ് ഓപ്ഷൻ ഡി കുതിര. RBIയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്നത് കടുവയുടെ ചിഹ്നവും അതേപോലെ തന്നെ ബാക്കിലൊരു വൃക്ഷമുണ്ട്, പന അല്ലെങ്കിൽ എണ്ണപ്പന എന്നൊക്കെ പറയുന്നതാണ്. RBIയുടെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പനയാണ്. അതേപോലെ RBIയുടെ ചിഹ്നത്തിലുള്ള മൃഗം എന്ന് പറയുന്നത് കടുവയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1926, ഓപ്ഷൻ ബി 1927, 1928 ആൻഡ് 1929. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1926 ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷനാണ് ഇന്ത്യക്ക് ഒരു റിസർവ് ബാങ്ക് വേണമെന്ന് ശുപാർശ ചെയ്തത്. ഇത് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ നിലവിലെ ഗവർണർ ആരാണ്? ഇപ്പം നിലവിലുള്ള RBIയുടെ ഗവർണർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ശക്തികാന്ത് ദാസ്, ഓപ്ഷൻ ബി ഊർജിത് പട്ടേൽ, ഓപ്ഷൻ സി സഞ്ജയ് മൽഹോത്ര ആൻഡ് ഓപ്ഷൻ ഡി രഘുറാം രാജൻ. ഇപ്പം നിലവിലുള്ള RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് 26ാമത്തെ ഗവർണറാണ്. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ഗവർണർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്കൊന്ന് നോക്കാം ഇവരൊക്കെ ബാക്കിയുള്ള ഗവർണർമാർ ഏത് സമയത്തുണ്ടായിരുന്നതാണ്. ഇപ്പം 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത് ദാസ്. സഞ്ജയ് മൽഹോത്രയ്ക്ക് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഗവർണറാണ് ശക്തികാന്ത് ദാസ് എന്ന് പറയുന്നത്. 25ന് തൊട്ട് മുന്നേ 24ാമത്തെ ഗവർണർ എന്ന് പറയുന്നത് ഊർജിത് പട്ടേലും 23ാമത്തെ രഘുറാം രാജനുമാണ്. അപ്പം നമുക്കിവിടെ ക്രോണോളജി ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തന്നിട്ട് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒക്കെ എഴുതാൻ വേണ്ടി തരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓരോരുത്തരും എത്രാമത്തെ ഗവർണർ ആയിരുന്നു എന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, RBI ഗവർണറുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ എ 5 വർഷം, ഓപ്ഷൻ ബി 3 വർഷം, ഓപ്ഷൻ സി 6 വർഷം ആൻഡ് ഓപ്ഷൻ ഡി 4 വർഷം. RBI ഗവർണറുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. പക്ഷേ 3 വർഷത്തിൽ കൂടുതലും RBI ഗവർണറായിട്ട് ഇരിക്കാൻ വേണ്ടി അവർക്ക് പറ്റും. അവരുടെ കാലാവധി നീട്ടി നൽകാറുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ട് പറയുന്ന കാലാവധി 3 വർഷമാണ്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് RBI റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. താങ്ക്